തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കൈയും കാലും ബന്ധിച്ച് പ്ലാവില തൊപ്പിയും ധരിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സലീം, ചൈന പ്രദക്ഷിണം നടത്തിയുള്ള പ്രതിഷേധത്തിന് ശേഷം മറ്റൊരു കഠിന പ്രതിഷേധത്തിലേക്ക് ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ കടക്കുകയാണല്ലോ. എന്താണ് അവരുടെ മുദ്രാവാക്യം? എന്താണ് അവരുടെ സമര രീതി? കഴിഞ്ഞ 6 ദിവസമായി ഈ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുകയാണ്, നിരാഹാര സമരം ചെയ്യുകയാണ്. 6 ദിവസത്തിനിടയിലും സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികൾ അവരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന പരാതി. അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടി കടുത്ത സമരങ്ങളിലേക്ക് കടക്കുന്നത്. മിനിഞ്ഞാന്ന് ഇവർ നടത്തിയ സമരം അത് ക്ഷയനപ്രദക്ഷിണമായിരുന്നു. കൊടും ചൂടിൽ ക്ഷയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ സമരം. ഇന്നലെ കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ടായിരുന്നു ഇന്നലെ ഇവർ സമരം ചെയ്തത്. അതിന് പിന്നാലെയാണ് വീണ്ടും കയ്യും കാലും കൂട്ടിക്കെട്ടി പ്ലാവില തൊപ്പിയും വെച്ചുകൊണ്ട് ഇവർ സമരം ചെയ്യുന്നത്. കാക്കിത്തൊപ്പി മോഹിച്ചവർ പ്ലാവിലത്തൊപ്പി അണിയിക്കേണ്ട ഗതികേട് വരുത്തി അതിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഇവർ ഈ സമരം നടത്തുന്നത്. മാത്രമല്ല, കൈയും കാലും കൂട്ടിക്കെട്ടി പ്രതീകാത്മകമായി തന്നെ ഒരു സ്വയവിലങ്ങ് അണിഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ മാസം 19-ന് അവസാനിക്കുകയാണ്. ഇനി 12 ദിവസം കൂടി മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളത്. അതിനു മുൻപ് തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആവശ്യം. ഇപ്പോൾ നിങ്ങളുടെ സമരം ഇപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി കടുത്ത സമരങ്ങളിലേക്ക് കഴിഞ്ഞ 3 ദിവസമായി കടക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിവിടെ പ്രതിഷേധത്തിലുള്ളത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഞങ്ങളുടെ സങ്കടം കാണണം, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് പ്രയാസമേറിയ സമരങ്ങളാണ് നിങ്ങൾ ഇത് അത്രയും കടുത്ത സമരങ്ങളിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താ? ഇതുവരെയും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള നിയമനങ്ങൾ ഇപ്രാവശ്യം നമ്മളെ ലിസ്റ്റിലില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തില്ലായിരുന്നു. ഇന്ന് കഴിഞ്ഞ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ മടങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ ഈ സമരം അവർ കണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതും. നിങ്ങൾ കുറച്ചുകൂടെ കടുത്ത സമരം എന്ന നിലയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ 3 ദിവസമായി നടത്തുന്നത്. അപ്പോൾ ഈ സമരം ഇങ്ങനെ തുടരും എന്നുള്ളതാണ് ഒരു ശക്തമായ താക്കീത് എന്ന നിലയിലാണോ? ഞങ്ങളെ കാണണം, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ അറിയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇത്രയും പേര് വീട്ടിലിരുന്ന് കരഞ്ഞാൽ ആരെങ്കിലും കാണുമോ? അത് ഇങ്ങനെ വന്നത് വീട്ടിലിരുന്നാൽ ചിലപ്പോൾ ഇത്രയും പേരുടെ മാനസികാവസ്ഥ ഇതായിരിക്കണമെന്നില്ല. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ ഞങ്ങളുടെ അവസ്ഥ അവർ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ ഈ സമരത്തിൽ ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പിന്തുണ നൽകുകയോ എന്തെങ്കിലും ചെയ്തിട്ട്? ഞങ്ങൾക്ക് ഒരു കക്ഷികളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് ഞങ്ങളുടെ സംഘടന. അതായത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സംഘടനകളില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തെരുവിലേക്ക് കിടക്കും. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തത്. ഞങ്ങൾ എല്ലാവരും വെളുപ്പിനെ എനിക്ക് തോന്നുന്നു ഒരു 3 മണിയായി കാണും. ആ സമയത്ത് ഞങ്ങൾ എണീറ്റ് ടാർപ്പ വിളിച്ച് എല്ലാവരും ആ വെളുപ്പിനെ അവിടെ നിൽക്കുമായിരുന്നു ചെയ്തത്. സംഘടനകളോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ? GK, ഈ ഉദ്യോഗാർത്ഥികളുടെ അവർ പഠിച്ച് അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അതിനുശേഷം ഫിസിക്കലും പാസ്സായവരാണ് ഇപ്പോൾ ഈ പൊരിവെയിലത്ത് ഇങ്ങനെ സമരം ചെയ്യേണ്ട ഗതികേടുണ്ടാവുന്നത് എന്നുള്ളതാണ്. 965 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. അതിൽ 235 പേരുടെ നിയമനം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതായത് പകുതിയിലും വളരെ താഴെ നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ നേരത്തെ തന്നെ ഈ പോലീസിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തുമെന്ന നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 450-ലധികം വേക്കൻസികൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഇവരെ നിയമിക്കാത്തത് എന്നുള്ളത് കൂടിയാണ് ഇവരുടെ പരാതി. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ആ നിയമനം നടപ്പിലാക്കുകയും ഒപ്പം തന്നെ ഈ നിയമന കാലാവധി നീട്ടുകയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുകയും ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. അത് എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും, അതല്ലെങ്കിൽ അത് എത്ര കണ്ട് നടപ്പിലാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം വെറും 12 ദിവസം കൂടി മാത്രമാണ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളത്. ഇന്ന് 7 19-ാം തീയതി, ഈ മാസം 19-ാം തീയതിയിലൂടെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കൂടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുമോ ഇല്ലയോ എന്നുള്ളതിലൊക്കെ നയപരമായ തീരുമാനം PSCയും സർക്കാരും ഒക്കെ ചേർന്ന് എടുക്കേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും നിലയിൽ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങിയെത്തി ഭരണകാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ സമരം സർക്കാർ കാണുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്യും. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന
അനിശ്ചിതകാല നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കൈയും കാലും ബന്ധിച്ച് പ്ലാവില തൊപ്പി ധരിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സലിം മാലിക് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.